ചവറയിൽ മുത്തശ്ശിയുടെ കഴുത്തറുത്ത് കൊന്ന് കട്ടിലിനടിയിൽ ചാക്കിൽ കെട്ടിവെച്ച് ചെറുമകൻ. ചവറ വട്ടത്തറ സ്വദേശി സുലേഖ ബീവിയാണ് കൊല്ലപ്പെട്ടത്. അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. ഞാൻ ഇന്നലെ 24 ന്യൂസിലൊരു വാർത്ത കണ്ടു. ആ വാർത്ത കണ്ട ഒരു നിമിഷം ഞാൻ തരിച്ചുപോയി. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് എങ്ങനെയാണോ സ്വന്തം വല്യമ്മാനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത്? നമ്മളെയൊക്കെ വല്യമ്മാരെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്നേഹമല്ലേ? നമുക്ക് അവരോട് ഭയങ്കരമായിട്ടുള്ളൊരു അടുപ്പുണ്ടാവില്ലേ? വല്യമ്മാരോടൊക്കെ ഒരു ഭയങ്കര സ്നേഹമായിരിക്കും. ആ വല്യമ്മാനോട് ഒരു പേരെക്കൊണ്ട് ചെയ്തൊരു ക്രൂരത, ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വറക്കൽ വരികയാണ്. നിങ്ങൾ ആ വാർത്ത ഒന്ന് കാണും. ചവറയിൽ മുത്തശ്ശിയുടെ കഴുത്തറുത്ത് കൊന്ന് കട്ടിലിനടിയിൽ ചാക്കിൽ കെട്ടിവെച്ച് ചെറുമകൻ. ചവറ വട്ടത്തറ സ്വദേശി സുലേഖ ബീവിയാണ് കൊല്ലപ്പെട്ടത്. കൊച്ചുമകൻ ഷഹനാസിനെ ചവറ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കൊല്ലം ചവറ കൊട്ടുകാടിനടുത്തുള്ള വട്ടത്തറ ആയിലാണ് ഈ സംഭവം നടന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. മുത്തശ്ശിയെ കഴുത്തറുത്ത് കൊന്ന് കട്ടിലിനടിയിൽ ആ ചാക്കിൽ കെട്ടിവെക്കുകയായിരുന്നു ചെറുമകൻ. ഈ സുലേഖ ബീബി, 70 വയസ്സുള്ള സുലേഖ ബീബിയാണ് ഇപ്പോൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. കൊച്ചുമകൻ ഷഹനാസ് 28 വയസ്സ് മാത്രം പ്രായമുള്ളൂ. ഇയാളെ ഇപ്പോൾ ചവറ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സുലേഖ ബീവിയുടെ തല കട്ടിലിനടിയിലെ കവറിൽ പ്രത്യേകം സൂക്ഷിച്ച നിലയിലാണ് പോലീസിനെ കണ്ടെടുക്കാൻ കഴിഞ്ഞത്. കൊലപാതകം കണ്ട ഷഹനാസിന്റെ മാതാവ് മുംതാസ് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. മുംതാസിന്റെ മാതാവിനെയാണ് ഈ ഷഹനാസ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അതായത് ആ ചെറുമകനാണ് മുത്തശ്ശിയെ കൊന്ന് ഈ കട്ടിലിനടിയിൽ ചാക്കിൽ കെട്ടിവെച്ചത്. ഷഹനാസ് ലഹരിക്കടിമയാണ് എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത്. വലിയ സംഘർഷത്തിലടക്കം കാര്യങ്ങൾ പോയതാണ്. കാരണം ഷഹനാസിനെ ശാരീരികമായി ആക്രമിക്കുമെന്ന് നാട്ടുകാരടക്കം പറഞ്ഞു. കാരണം ഇത്തരമൊരു സംഭവം ആ നാട്ടിൽ ആദ്യമാണ്. ഈ ലഹരിക്കടിമയായ ഒരു മകനെ ഇനി ഇവിടെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല എന്നടക്കം നാട്ടുകാർ വലിയ പ്രതിഷേധം ഉയർത്തി. ഒടുവിൽ പോലീസ് എത്തി പണിപ്പെട്ടാണ് ഈ ഷഹനാസിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചവറയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഈ അമ്മയുടെ മരണം അറിഞ്ഞ മുംതാസ് ഈ ഷഹനാസിന്റെ അമ്മ ആത്മഹത്യക്കടക്കം ശ്രമിക്കുന്നതും കണ്ട നാട്ടുകാരാണ് പിന്നീട് പോലീസിനെ അടക്കം വിവരം അറിയിച്ചത്. എന്തായാലും ഷഹനാസ് ഇപ്പോൾ ചവറ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇയാൾ ലഹരിക്കടിമയാണ് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ വാർത്ത കേൾക്കുമ്പോൾ വല്ലാത്തൊരു തരിപ്പ്. സ്വന്തം വല്യമ്മാനെ, ഉമ്മാൻ്റെ ഉമ്മ സുലേഖ ബീവി എന്നുള്ള 70 വയസ്സുള്ള പ്രായമുള്ള ഒരു ഉമ്മാനെ അറുത്തിട്ട് കവറിലാക്കി കട്ടലിനടിയിൽ വെക്കുന്നത്. ഇത് ഏതെങ്കിലും ഹോളിവുഡ് സിനിമയിലെ കഥയല്ല. നമ്മുടെ നാട്ടിൽ മലയാളികൾ മദ്രസയിൽ പോയ ഒരുത്തൻ, മതം പഠിച്ചൊരുത്തൻ, വാപ്പാക്കും ഉമ്മാക്കും ജനിച്ച ഒരാൾ ചെയ്യുന്നൊരു ക്രൂരത എന്താണ് ഈ പറ്റുന്നത്? നമ്മൾ നമ്മുടെ കുട്ടികളുടെ സ്വഭാവ ദൂഷ്യങ്ങൾ പറഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നിനും കൊള്ളരുതാത്തവൻ. ഉസ്താദുമാർക്ക് മതം പറയാൻ പറ്റാത്തൊരു കാലം. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ നന്മകൾ പറഞ്ഞു കൊടുത്താൽ നീ മിണ്ടാണ്ടിരിക്കട, നീ സംസാരിക്കാനായിട്ടില്ല എന്ന് പറഞ്ഞ് കണ്ണി കണ്ട ഇൻഫ്ലുവൻസർമാരും വ്ളോഗർമാരും തെറിവിളിക്കുന്നൊരു കാലം. ഈ ഒരു തോന്നിവാസമുള്ള കാലത്തേക്ക് പോകുന്ന ഒറ്റ കാര്യമുള്ളൂ, ലഹരി. ആ പാവം ആ സുലേഖായുടെ മകള് മുംതാസിബിൻ്റെ ഉമ്മ സ്വയം ചെയ്ത് കണ്ടിട്ട് സഹിക്കാൻ പറ്റണ്ടേ? അപ്പോൾ ഇത് എന്തിനുള്ള തർക്കമാണ്? അത് ആ വല്യമ്മക്ക് കിട്ടുന്ന പെൻഷൻ കാശിനുള്ള തർക്കമോ, അതോ ആ കാശ് എന്തോ എന്തൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്? ഇവരെയൊന്നും ശരിക്കും ജയിലിലേക്ക് കൊണ്ടുപോകരുത്. നാട്ടുകാർക്ക് പോലീസ് കണ്ണടക്കുക വേണ്ടത്. ഒന്നും മിണ്ടാതിരുന്നിട്ട് നാട്ടുകാരങ്ങോട്ട് കൈകാര്യം ചെയ്യട്ടെ. ജയിലിൽ കൊണ്ടുപോയിട്ടിട്ട് അതിനെ കുറേ തീറ്റി പോറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടുനടന്നിട്ട് നമ്മുടെ തന്നെ പണം കൊണ്ട് ഓനെ വലുതാക്കി നല്ല ആരോഗ്യം ഉണ്ടാക്കിയിട്ട് പിന്നെ ഓന് വീണ്ടും ജാമത്തിലിറങ്ങിയിട്ട് ചെയ്യും. നിങ്ങൾ ഓരോ രംഗത്ത് നിങ്ങളെടുത്ത് നോക്ക്. വലിയ വലിയ ഉന്നതരായ ആളുകളുടെ മക്കൾക്ക് പോലും മതം അറിയില്ല. തോന്നിവാസങ്ങളും തോന്നിയതുപോലെയൊക്കെയാണ് മതം അവർ ഇൻ്റർവ്യൂവിലൊക്കെ വിളിച്ചു പറയണത്. പെൺകുട്ടികൾ എവിടെ നോക്കിയാലും ആൺകുട്ടികളാണെങ്കിലും ലിബറൽ, എന്താ പറയുക, പുരോഗമനം എന്ന് പറഞ്ഞ് തോന്നിവാസങ്ങൾ ചെയ്യും. ഇത് തിരുത്തി കൊടുക്കുമ്പോൾ നമ്മൾ മണ്ടന്മാരാകും. തിരുത്തി കൊടുക്കുമ്പോൾ നമ്മളൊന്നിനും കൊള്ളരുതാത്തായിട്ട് മാറുന്ന ഒരു കാലം. ഇപ്പോൾ കോഴിക്കോട് പേരാമ്പ്ര ഭാഗത്ത് ഒരു ചെറുക്കൻ പോക്കർ എന്ന് പേരുള്ള ഒരു സ്വന്തം വാപ്പാനെ കുത്തി പരിക്കേൽപ്പിച്ചിട്ട് ഓൻ ഒളിവിൽ പോയി. കഴിഞ്ഞ ദിവസം കേൾക്കുന്നു അവൻ ജീവനൊടുക്കി. ജംസാൽ എന്നും അങ്ങനെ തൊട്ടാണ് പേര്. കോഴിക്കോട് പേരാമ്പ്രക്കടുത്തിട്ട് ഉമ്മ ജമീലയാണ് പരാതി കൊടുത്തത് മകൻക്കെതിരെ. ഓരോ കുടുംബവും വാപ്പിയും ഉമ്മയും മക്കളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ കരുതെന്താണ്, എൻ്റെ കുട്ടി നന്നായിട്ട് നല്ലൊരു കുട്ടിയായിട്ട് സമൂഹത്തിനും മതത്തിനും അവനവനും ഗുണമുള്ള ഒരാളായിട്ട് മാറണ്ടേ? ഈ കുട്ടീനെ ഇപ്പം അങ്ങനെ തന്നെയല്ലേ വളർത്തിയിട്ടുണ്ടാവുക? ചില സിനിമകളിലൊക്കെ സൈക്കോകളാണ് അതിൻ്റെ പ്രധാന കഥാപാത്രങ്ങൾ. ഇപ്പോൾ ഈ അടുത്ത് കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമ, ഞാൻ സിനിമയുടെ കാര്യം പറയുന്നതല്ല, പക്ഷെ ആ സിനിമയിലെ പ്രധാന കഥാപാത്രമാരാണ് 32ഓളം സ്ത്രീകളെ കൊന്ന് വശീകരിച്ച്, പ്രണയം നടിച്ച് വശീകരിച്ചിട്ട് കർണാടകയിൽ കൊന്ന സൈനൈഡ് മോഹൻ എന്ന് പറയുന്ന ഒരാളുടെ കഥാപാത്രമാണ് ആ സിനിമയിൽ മമ്മൂട്ടി. ഇപ്പോഴത്തെ കാലത്തെ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ തന്നെ ക്രൂരത ചെയ്യുന്നു. ഇതല്ലേ കാണുന്നത്? എക്കോ ഒരു സിനിമയാണ്. ആ സിനിമയിലെ പ്രധാന കഥാപാത്രം
അതിക്രൂരനായ വേട്ടപ്പട്ടിയെ പോലെ യജമാനു വേണ്ടി ആളുകളെ കൊന്നൊടുക്കുന്ന ഒരു യുവാവാണ്. ഇങ്ങനെ നിങ്ങൾ എടുത്തു പരിശോധിച്ചോക്കോ. ഇതാണ് എല്ലാത്തിലും കാണുന്നത്. സോഷ്യൽ മീഡിയയിലാണെങ്കിലും എന്തിലും ആളുകളെ വഴിതെറ്റിക്കാനും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒന്നുകിൽ ലഹരി അല്ലെങ്കിൽ തോന്നിവാസം. എന്നിട്ട് അതിന് പേരെന്താണ്? ലിബറൽ. മതങ്ങളുടെ പേര് പറഞ്ഞിട്ട് വല്ല കാര്യങ്ങളും പറഞ്ഞു കൊടുത്താൽ അത് മക്കളെ ഇങ്ങനെ പാടില്ല, അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, മതത്തിൻ്റെ നിയമങ്ങൾ ഇങ്ങനെയാണ്. അപ്പോൾ അവന് പിന്തിരിപ്പനായി, അവൻ കൊള്ളരുതാത്തവനായിട്ട് മാറി. അവനവൻ്റെ കുടുംബങ്ങളിലേക്ക് നോക്കുക. കൂ അൻഫുസക്കും വ അഹ്ലീക്കും നാറ. ഇതൊരു വലിയ സന്ദേശം. ആദ്യം നിങ്ങൾ നേരാവുക, നിങ്ങളുടെ കുടുംബത്തെ നേരാക്കുക. ഇവിടെ ആദ്യം എന്ത് ചെയ്യണില്ല? നമ്മൾ നേരെയാവണില്ല. അപ്പോൾ പിന്നെ എങ്ങനെ നമ്മുടെ കുടുംബത്തെ നേരാക്കുക? നമ്മൾ നേരാവാത്തത് കൊണ്ടാണ് കുടുംബത്തെ നേരാക്കാൻ പറ്റാത്തത്. ഈ കൊല്ലം ചവറയിൽ നിന്ന് കേട്ടൊരു വാർത്ത, ഞാൻ ആ വല്യമ്മാനെങ്ങനെ ആലോചിച്ചു. പടച്ചോനെ, ആ വല്യമ്മ എല്ലാ വല്യന്മാർക്കും പേരക്കുട്ടികളോട് കാണുന്നൊരു സ്നേഹവും അടുപ്പമുണ്ട്. നിങ്ങളൊക്കെ വീട്ടിൽ, നമ്മുടെയൊക്കെ വീട്ടിൽ വല്യന്മാരുണ്ടാവില്ല, നമുക്കൊക്കെ മക്കളുണ്ടാവില്ല. അവരൊക്കെ വല്യന്മാർ കാണിക്കുന്ന സ്നേഹം എടുത്തു കൊണ്ടിട്ട് നിലത്ത് വെക്കാതെ വളർത്തി അത്രയും കരുണയായിരിക്കും അവർക്കുണ്ടാവുക. അങ്ങനെയുള്ളൊരു വല്യമ്മാനെ വെട്ടി നഗര കഴുത്ത് വേറെയാക്കി കവറിലാക്കിയിട്ട് കട്ടലിൽ അടവൽപ്പിക്കും. ഈ ഉമ്മ എന്ന് ചോദിക്കുകയാണ്, എവരുടെ ഉമ്മ ഇവിടെ, വല്യമ്മ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ആ റൂമിലുണ്ട് എന്നാണ് പറഞ്ഞത്. കയറി നോക്കുമ്പോൾ കട്ടലിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു മനുഷ്യനെയാണ്. ഇതൊരു കോഴി നറക്കാൻ പോലും പേടിക്കണ ആളാണ്. എനിക്ക് കാണുമ്പോൾ തിന്നാൻ ഉഷാറാണെങ്കിലും കാണുമ്പോൾ ഒരു പേടിയാണ്. രക്തം. ഈ ഒരു വർഷം 2025 വർഷം തുടങ്ങുന്ന തന്നെ കോഴിക്കോട് ഭാഗത്ത് സ്വന്തം ഉമ്മാനെ കൊന്നിട്ടാണ്. ഓർക്കുന്നുണ്ടെങ്കിലത് സ്വന്തം ഉമ്മാനെ ഒരാൾ അതിക്രൂരമായിട്ട് ലഹരിക്ക് അഡിക്റ്റായ ഒരാൾ കൊന്നിട്ടാണ്. താമരശ്ശേരിയോ എവിടെയോ ഭാഗത്ത്, കോഴിക്കോട് ഭാഗത്ത്. അങ്ങനെയാണ് ഈ വർഷം തുടങ്ങുന്നത്. നമ്മുടെ കേരളത്തിൽ ഇത്രയും അവനവൻ്റെ വീട്ടിലുള്ള ഒരാളുകളെ തീർക്കുന്ന കഥകൾ സർവ്വസാധാരണമായിട്ട് മാറാം. അതൊക്കെ ആക്കട്ടെ. നമ്മുടെ മക്കൾക്ക് ചെയ്യണമെന്നറിയോ? ആൺമക്കൾ വളർന്നു വരുമ്പോൾ പേടിക്കുന്നത് ലഹരിക്ക് അഡിക്റ്റ് ആവുന്ന കാര്യത്തിലാണ്. പെൺകുട്ടികളുടെ കാര്യത്തിൽ ഏതെങ്കിലും ആ റിലേഷൻഷിപ്പ് ഉണ്ടാവുക, പ്രണയം, അതിൻ്റെ പിന്നാലെ പോയിട്ട് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു ലൈഫിലേക്ക് പോവുക. ഈ രണ്ട് കാര്യം പേടി. ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ. ഇവിടെ ആണും പെണ്ണും കൂടി ഒരു പരിധിക്കപ്പുറം എന്താ പറയുക, മിങ്കിൾ ചെയ്യുന്ന രീതിയിലേക്ക് ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് മതത്തിൻ്റെ ആളുകൾ പോലും. ലിബറൽ ആളുകൾ എന്നുള്ള പേരും ചമഞ്ഞിട്ട്. ഏതായാലും അള്ളാഹു ആ മരണപ്പെട്ട സുലൈഖാക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. നമുക്കറിയില്ല അവർ കൊല്ലം ചവറയിലുള്ള നമ്മളായിട്ട് ഒരു തരത്തിലും പരിചയമുള്ള ആളുകളല്ല. പക്ഷേ ഈ ഒരു സ്വഭാവമുള്ള ആളുകൾ നമ്മുടെയൊക്കെ കുടുംബത്തുണ്ട്. നമ്മുടെയൊക്കെ മക്കളിലോ പേരക്കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പ് വരുത്തുക. എങ്ങനെയെങ്കിലും ഒരു അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോവുക. ലഹരിക്ക് അഡിക്റ്റായിട്ട് സ്വന്തം വല്യപ്പാനും വല്യമ്മാനും വാപ്പാനും ഉമ്മാനും കൊല്ലാൻ ഒരു മടിയും ഉണ്ടാവില്ല കേട്ടോ. ഹബീബായ റസൂലുള്ള പഠിപ്പിച്ചൊരു പാടുണ്ട്, എല്ലാ തിന്മകളുടെയും താക്കോല് ലഹരിയാണ്. ഇതങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ധൈര്യമാണ്. ഇതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നവരാണ് പല സിനിമകളിലും പല റീൽസും. അതിനെ നേരെയാക്കാൻ ഉസ്താദുമാർ ശ്രമിച്ചാൽ നീ മിണ്ടാണ്ടിരിയടാ, നീ അവൻ കുണ്ടൻ എന്നൊക്കെ പറഞ്ഞാൽ ഉസ്താദിനെ തെറി വിളിക്കാനും ഇവിടെ വ്ളോഗേഴ്സ് ഉണ്ട്. ഉസ്താദുമാർക്ക് പേടിയാണ്. കാരണം പറഞ്ഞാൽ സാമൂഹിക മാധ്യമങ്ങൾ അധിക്ഷേപിക്കപ്പെടും. പക്ഷെ എങ്ങനെ പറയാതിരിക്കുക? അവനവൻ്റെ മക്കൾക്ക് ഇത്തരം സ്വഭാവങ്ങളുണ്ടെങ്കിൽ, ലഹരിക്ക് അഡിക്റ്റാണ് എങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഡി അഡിക്ഷനിൽ കൊണ്ടുപോകും. അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ജീവൻ എടുക്കുന്നത് പുറത്തുനിന്ന് വന്ന, പാകിസ്ഥാനിൽ നിന്ന് വന്ന ശത്രുവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തു നിന്ന് വരുന്ന ശത്രുക്കളൊന്നും അല്ല. അവനവൻ വളർത്തിക്കൊണ്ട് വരുന്ന നമ്മുടെ മക്കളോ പേരമക്കളോ ആണ് നമ്മുടെ ജീവൻ എടുക്കുക. ചില കുടുംബങ്ങളിൽ ജീവൻ എടുക്കുന്നില്ല എന്നുള്ളൂ. മക്കളൊക്കെ അങ്ങനെ, മക്കൾ ചില ഉമ്മാരൊക്കെ പറഞ്ഞ വാക്ക് കേൾക്കണം, ഞാൻ വെച്ചിരിക്കൂല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, കൊന്ന് ഞാൻ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും. അവർക്ക് ചെറിയ പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവൻ എടുക്കാൻ എവിടുന്നാണ് അതിനുള്ള ബോധം കിട്ടുന്നത്? ഒക്കെ ഈ ലഹരിയാണ്. സർക്കാർ ഇത് എത്രയും ഉണ്ടാക്കി കൊടുക്കുക. അവൈലബിളാണ് ഇവിടെ സാധനം, അവൈലബിളാണ്. തെറ്റുകളിലേക്കാണ് ഇനി വരുന്നൊരു കാലത്ത്. നമ്മൾ കേട്ടിട്ടില്ലേ, ഖിയാമത്ത് നാളൊക്കെ അടുക്കുന്ന ലോകാവസാനം വരുന്നൊരു കാലത്ത് ഒരാണും പെണ്ണും തമ്മിൽ പരസ്യമായിട്ട് സെക്സ് ചെയ്യുമ്പോൾ ഒന്ന് മാറിക്കിടക്കും, ഞാനൊന്നുകൊണ്ട് പോകട്ടെ എന്ന് പറയുന്നവർക്കായിരിക്കും ഏറ്റവും വലിയ ഈമാൻ. അതായത് ഇത് തെറ്റാണെന്നൊന്നും പറയാൻ പറ്റൂല, തെറ്റാണെന്നൊന്നും പറയാനുള്ള ബോധം എനിക്കില്ല, ഒന്നുകൊണ്ട് മാറി, ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് ഇത് പറയുന്നവനാണ് ഏറ്റവും വലിയ ഈമാൻ. അപ്പം അങ്ങനത്തെ ഒരു കാലമാണ് ഇന്ന് വരാൻ പോണത്. ആ കാലത്തിലേക്ക് നമ്മൾ എത്തി. നമ്മുടെ മക്കൾക്ക് ഈ ലഹരിയുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നല്ല ചികിത്സകൾ കൊടുക്കണം, നല്ല കൗൺസിലിങ്ങിൽ കൊണ്ടുപോകണം, നല്ല പരിഹാരങ്ങൾ കൊടുക്കണം. അല്ലെങ്കിൽ ഇതുപോലത്തെ സുലൈഖ ബീവിക്ക് ഉണ്ടായതുപോലത്തെ ഒരു അനുഭവം നമ്മുടെ കുടുംബത്തിലുണ്ടാകും. നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി ആരാണെന്നുള്ളതാണ്. ഇത് വളരെ പ്രസിദ്ധനായ ഒരാളാണ്, കുപ്രസിദ്ധിയുള്ള ഒരാളാണ്. ഒരു കാലത്ത് മലയാള സിനിമാ ലോകം അടക്കി ഭരിച്ചിരുന്ന ഒരാൾ. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കേസിൽ വിധി വന്നൊരു ദിവസമാണ്. ഇയാളുടെ പേരെന്താണെന്നുള്ള ഇന്നത്തെ ചോദ്യം. ആ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.